ഹായ് അസ്സലാമു അലൈക്കും. ഫസീസ് വേൾഡിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അപ്പോൾ ഇത് നമ്മളെ പെരുന്നാളിന്റെ വീഡിയോ ആണ് കേട്ടോ. അപ്പോൾ അത് എഡിറ്റ് ചെയ്യാനും അപ്ലോഡ് ആക്കാനൊക്കെ വൈകി. എഡിറ്റ് ചെയ്യാൻ ഇപ്പോൾ ഭയങ്കര മടിയാണ് കേട്ടോ. അപ്പൊ ഇത് പെരുന്നാളിന്റെ തലേന്ന് രാത്രിയിലെ വീഡിയോ ആണ് കേട്ടോ. എല്ലാരും മൈലാഞ്ചി ഇട്ടിരിക്കുകയാണ്. കുട്ടികളൊക്കെ മൈലാഞ്ചി ഇടുന്ന തിരക്കിലാണ്. അപ്പൊ ദാ ഈ രണ്ട് തല കുട്ടികള് എന്റെ ഏട്ടത്തിന്റെ കുട്ടികളാട്ടോ. അപ്പൊ ഞങ്ങൾ എല്ലാ പെരുന്നാളും എന്റെ വീട്ടിലേക്ക് പോരും കേട്ടോ. എന്നിട്ട് ഇവരോടൊപ്പമായിരിക്കും പെരുന്നാളിനുണ്ടാവുക. പിന്നെ അതാ ഈ ചെറിയ കുട്ടിക്ക് ഇവിടെ മൈലാഞ്ചി ഇട്ട് കൊടുക്കുന്നത് എന്റെ ചെറിയ മോളാണ്. ഓക്ക് നല്ല ഇഷ്ടാട്ടോ എല്ലാവരുടെ കയ്യിലും മൈലാഞ്ചി ഇട്ട് കൊടുക്കുന്നത്. മൈലാഞ്ചി ഇട്ടിട്ട് ആകെ കൊളാക്കുന്നല്ലോണ്ട് വലിയ കൈയൊന്നും കാണിച്ചു കൊടുക്കൂല കേട്ടോ മൈലാഞ്ചി ഇടാന്. പിന്നെ കുട്ടികൾ ഇങ്ങനെ അന്തല്ലാതെ അങ്ങനെ കാണിച്ചു കൊടുക്കും. അപ്പൊ വീഡിയോ എടുക്കാനൊക്കെ എനിക്ക് ഭയങ്കര മടിയായിരുന്നു കേട്ടോ. പിന്നെ അതാ കുറെ കുട്ടികളുണ്ട് കേട്ടോ അവിടെ. അപ്പൊ അവരറിയാം അവരൊക്കെ വീഡിയോ എടുത്തിട്ട് യൂട്യൂബിൽ ഇടണമെന്ന്. അപ്പൊ അതാ റിയമോൾ ഇവിടെ കുഞ്ഞാറ്റക്ക് മൈലാഞ്ചി ഇട്ട് കൊടുക്കുകയാണ്. അപ്പൊ കുട്ടികളൊക്കെ മൈലാഞ്ചി ഇടാൻ ആകെ തല്ലാണ്. അപ്പൊ ഇവിടെ 9 കുട്ടികളുണ്ട് കേട്ടോ. എനിക്ക് 3 ഏട്ടത്തിക്ക് 3 ആങ്ങൾക്ക് 3 കുട്ടികളുണ്ട്. അപ്പൊ ഇവിടെ ഓരോരുത്തർക്കും ഓരോ പണിയാണ് കേട്ടോ. ഇവിടെ മോനൂസ് ഇവിടെ ഫോണിൽ എന്തോ കണ്ടുകൊണ്ട് നിൽക്കുകയാണ്. പിന്നെ നമ്മളെ തൊട്ട അയലോക്കത്തുള്ള 2 കുട്ടികളുണ്ട്. അങ്ങനെ 11 കുട്ടികൾ ഇപ്പൊ ഇവിടെ ഉണ്ട്. മിക്കവാറും നമ്മളെ വീഡിയോയുടെ കമന്റ് ബോക്സ് ഓഫ് ആകാനുള്ള സാധ്യത ഉണ്ട്. അതിന്റെ ഇടയിൽ കൂടെ അവിടെ സ്ത്രീകളുടെ വട്ടമേശ സമ്മേളനം നടന്നുകൊണ്ടിരിക്കുകയാണ്. പിന്നെ ഇതാ പെരുന്നാളിന്റെ അന്ന് രാവിലെ ഞങ്ങൾ ചായക്ക് പകരമായിട്ട് ചിക്കൻ ബിരിയാണി ആയിട്ട് ഉണ്ടാക്കിയത്. കുട്ടികൾക്കൊക്കെ വിശക്കുമല്ലോ ചോറൊക്കെ ആകുമ്പോത്തിന് വിചാരിച്ചിട്ട് രാവിലെ തന്നെ ചോറാക്കാന്ന് വിചാരിച്ച് എല്ലാവരും ചോറുന്നോണ്ടിരിക്കുകയാണ്. ഇനി ഞങ്ങൾ ഈ ചോറ് കഴിച്ചിട്ട് ഞങ്ങൾ ആങ്ങളന്റെ വീട്ടിൽ പോകും കേട്ടോ. സാധാരണ ഞങ്ങൾ പെരുന്നാളിന്റെ അന്നോട് ചോറൊന്നും ഉണ്ടാക്കാറില്ല കേട്ടോ. പക്ഷെ ഞങ്ങൾ ഇത്രയും ആൾക്കാർക്ക് ബ്രേക്ക്ഫാസ്റ്റ് ഉണ്ടാക്കണമെങ്കിൽ ഒരുപാട് സമയം എടുക്കും. അപ്പൊ ഞങ്ങൾ അത് മടിച്ചിട്ട് കുക്കറിൽ പെട്ടെന്ന് ഒരു ചോറുണ്ടാക്കിയതാണ്. അപ്പൊ മോനൂസ് പെരുന്നാൾ നിസ്കാരമൊക്കെ കഴിഞ്ഞിട്ട് നേരെ ഇങ്ങോട്ടാണ് വന്നത്. ഈ 2 ആൺതരികൾക്കും മൈലാഞ്ചി ഇടാനൊരാഗ്രഹം. അപ്പൊ അവർക്ക് വേണ്ട തീമൊക്കെ ഓലെന്നെ സെലക്ട് ചെയ്തിട്ടുണ്ട്. അതനുസരിച്ചിട്ട് നമ്മളെ വലിയ മോളാണ് കേട്ടോ മൈലാഞ്ചി ഇട്ട് കൊടുക്കുന്നത്. അപ്പൊ അതായത് നമ്മളെ തൊട്ട അയലോക്കത്തുള്ള കുട്ടിയാട്ടോ. നമ്മളെ വീട്ടിലെ കുട്ടി തന്നെയാണ്. ഓന് മൈലാഞ്ചി ഇട്ട് കൊടുക്കുകയാണ്. അപ്പൊ മോനൂസ് ഡാൻസ് കളിച്ചുകൊണ്ട് നടക്കാണ്. ഓനാകെ ആ ഒരു സ്റ്റെപ്പേ അറിയുള്ളൂ എന്ന് തോന്നുന്നു. അപ്പൊ അതവിടെ റിയമോള് കുഞ്ഞാറ്റക്ക് മുടി കെട്ടി കൊടുക്കുകയാണ്. ഏത് മോഡലാ കെട്ടണമെന്ന് ചോദിച്ചപ്പോ കൊറിയൻ മോഡലാണ് പോലെ അവർ മുടി കെട്ടുന്നത്. ബിരിയാണി കഴിച്ചിട്ട് മയങ്ങിയ കുട്ടികൾ ഇവിടെ യൂട്യൂബിൽ ഷോർട്സ് വീഡിയോ ഒക്കെ കണ്ടുകൊണ്ടിരിക്കുകയാണ്. അപ്പൊ അതെല്ലാരും ഒരുങ്ങിക്കൊണ്ടിരിക്കുകയാണ്. മേക്കപ്പ് ഒക്കെ ചെയ്തുകൊണ്ടിരിക്കുകയാണ് കേട്ടോ. അപ്പൊ തിരക്കിട്ടി ഒരുങ്ങണത് ആങ്ങളന്റെ വീട്ടിലേക്ക് പോകാനാണ് കേട്ടോ. അവിടെ ബിരിയാണിയും പായസമൊക്കെ ഉണ്ട്. അത് കഴിക്കാൻ വേണ്ടിയിട്ടുള്ള തിരക്കാണ്. ഇനി എല്ലാരും അങ്ങോട്ട് പോവും. അപ്പൊ വീഡിയോ എടുക്കാനൊക്കെ ഭയങ്കര മടിയായിരുന്നു കേട്ടോ. അതുകൊണ്ട് ഞാൻ ഫുഡ് കഴിക്കണ വീഡിയോ ഒന്നും എടുത്തിട്ടില്ല. പിന്നെ ഈ വീഡിയോ ഒക്കെ കുട്ടികൾ നിർബന്ധിച്ചുകൊണ്ട് മാത്രമാണ് കേട്ടോ എടുത്തത്. അപ്പൊ ഈ ഒരു ഫോട്ടോ എടുക്കുന്നത് എളാപ്പാന്റെ വീട്ടിൽ നിന്നാട്ടോ. ഞങ്ങൾ അവിടുന്ന് ബിരിയാണി ഒക്കെ കഴിച്ചിട്ട് നേരെ ഇപ്പൊ ആങ്ങളന്റെ വീട്ടിലെത്തി. അപ്പൊ കിങ്ങിണിക്കൂട്ടങ്ങള് വീണ്ടും എത്തിയിട്ടുണ്ട്. അവരവരെ വീഡിയോ എടുക്കണം എന്ന് പറഞ്ഞിട്ട് നിർബന്ധിക്കാട്ടോ. അപ്പൊ ഞാൻ അവരെ വീഡിയോ എടുക്കുകയാണ്. അപ്പൊ ഇതിന്റെ ഇടക്ക് മോനൂസ് വീണ്ടും ഓടി വന്നിട്ടോ. ഓന്റെ ഡാൻസ് തുടങ്ങിയിട്ടുണ്ട്. അങ്ങനെ പെരുന്നാളിന്റെ ആ തിരക്കൊക്കെ കഴിഞ്ഞു. ഇപ്പൊ വൈകുന്നേരം ആയിട്ടുണ്ട്. ഏകദേശം 7 മണിയൊക്കെ കഴിഞ്ഞിട്ടുണ്ട് കേട്ടോ. ഒരുപാട് വിരുന്നാരൊക്കെ വന്നിട്ടുണ്ടായിരുന്നു. എല്ലാരും പോയിട്ടുണ്ട്. അപ്പൊ മോനൂസും മിഷമോളൊക്കെ ഭയങ്കര സന്തോഷത്തിലാണ്. അവരെ ഉമ്മാന്റെ വീട്ടിലേക്ക് പോവാൻ റെഡി ആയി നിൽക്കുകയാണ് കേട്ടോ. അപ്പൊ അതിന്റെ സന്തോഷാണ്. ഇപ്പൊ രാത്രി 8 മണിയൊക്കെ കഴിഞ്ഞിട്ടുണ്ട് കേട്ടോ. അപ്പൊ അവര് വിരുന്ന് പോവാൻ നിൽക്കാണ്. അവര് പോയിട്ട് ഞങ്ങൾ നേരെ തറവാട്ടിൽ തന്നെ പോകും കേട്ടോ. ഇവിടെ പിന്നെ ആരും ഉണ്ടാവില്ലല്ലോ. മോള് ആ ആ വെള്ള കവറില് ഡാൻസാ. അപ്പൊ ഞാൻ പെരുന്നാളിന് ഫുഡ് കഴിക്കുന്ന വീഡിയോസും ഫുഡ് ഉണ്ടാക്കുന്ന വീഡിയോസും ഒന്നും എടുത്തിട്ടില്ല കേട്ടോ. പിന്നെ എടുത്ത വീഡിയോ തന്നെ കുറെ ഞാൻ കട്ട് ചെയ്ത് കളഞ്ഞിട്ടുണ്ട്. അപ്പൊ കുറച്ച് ഇവിടെ അപ്ലോഡ് ചെയ്യണുള്ളൂ. അപ്പൊ ഇത്ര ഉള്ളൂ കേട്ടോ നമ്മളെ പെരുന്നാളിന്റെ വീഡിയോ. നിങ്ങൾക്ക് എല്ലാവർക്കും വീഡിയോ ഇഷ്ടമായി വിചാരിക്കണം. ഇഷ്ടമെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും കമന്റ് ചെയ്യാനും മറക്കരുത്. അതുപോലെ തന്നെ സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത് കേട്ടോ. അപ്പൊ ഓക്കെ, അസ്സലാമു അലൈക്കും.